പ്രേമലാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി UAE സന്ദർശനത്തിന് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ UAE സന്ദർശനം ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ട്രോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ശേഷമുള്ള ഒരു സാമ്പത്തിക മുറുക്കവും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അടുക്കളയിൽ തീ പോലും നേരെ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ മുണ്ട് മുറുക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇങ്ങനെ പോകണം, അത് വിദേശ യാത്രകൾ കുറയ്ക്കണം, സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം, ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വിദേശ യാത്രകൾ കുറയ്ക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ശരിക്കും നമ്മളോട് അദ്ദേഹം തരുന്നൊരു ഉപദേശമാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കതിനോട് തീർത്തും വിയോജിപ്പുണ്ട്. കാര്യം അദ്ദേഹം നമ്മുടെ നാഥനാണ്, ശരിക്കും നമ്മളെ നയിക്കുന്ന ഒരു നേതാവാണ്, അപ്പോൾ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം പോകുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പശ്ചിമേഷ്യയിൽ പോകുന്ന എന്ത് ലക്ഷ്യത്തിനാണ്? വെറുതെ പോയി ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ, നമുക്ക് ഒരു ചായ കുടിക്കാം എന്നല്ലല്ലോ പോണേ. പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾക്ക് വേണ്ടിയല്ലേ പോകുന്നത്. അപ്പോൾ അതിനെ എന്തിനാണ് ഇങ്ങനെ ട്രോളുന്നത്? അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പ്രധാനമന്ത്രി മോദി 2 വട്ടമാണ് രാജ്യത്തോടായിട്ട് പറഞ്ഞത്. അതിൽ കുറേ നിർദ്ദേശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യം നേരിടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞത് അനാവശ്യമായ വിദേശ യാത്രകൾ ഒഴിവാക്കണം, പ്രത്യേകിച്ച് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പോലുള്ള പരിപാടികളൊക്കെ. ചില ആൾക്കാർ ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി തീർച്ചയായിട്ടും വിവാഹ സൽക്കാരങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ടൂർ പരിപാടി. ഒരു ആവശ്യമില്ല, വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതി, ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ടൂറിന് പോവുക. പുള്ളിക്കാരൻ പറഞ്ഞ അനാവശ്യമായ വിദേശ പര്യടനങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രധാനമന്ത്രി മോദിയുടെ യാത്ര ഒരു അനാവശ്യ പരിപാടിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല, ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഒരു അടിവരായിട്ട് പറയാം, ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനവും വെറുതെ ആയിരിക്കും. അല്ല, അതിപ്പോ രാജ്യങ്ങളുടെ ഈ നയതന്ത്രവും അതേപോലെ നമ്മുടെ ഈ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന വിഷയം തമ്മിൽ രണ്ടായിട്ട് തന്നെ കാണും. തീർച്ചയായിട്ടും ഈ നയതന്ത്ര കാര്യങ്ങളിൽ ഓരോ രാജ്യതലവന്മാർക്കും പല രാജ്യങ്ങളിൽ പോകേണ്ടതുണ്ടാവും, ചിലരെ കാണേണ്ടതുണ്ടാവും, ചർച്ചകൾ നടത്തേണ്ടതുണ്ടാകും. അത് നമുക്ക് സാധാരണ മനുഷ്യന്റെ സെൻസ് വെച്ച് അളക്കുന്നത് അത് പൊട്ടത്തരമാണ്. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലേക്ക് പോകുന്നു. യൂറോപ്പിലേക്കെന്ന് പോകുമ്പോൾ 4 രാജ്യങ്ങൾ, ഒന്ന് നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി, 5 ദിവസത്തെ പരിപാടിയാണ്. ഓരോ രാജ്യങ്ങളും ഓടി നടന്നു പോകണം. ഈ 5 ദിവസത്തെ പരിപാടിക്കിടയിൽ UAE എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് വെറും 3 മണിക്കൂർ മാത്രം ഉള്ള ഒരു ഹ്രസ്വ സന്ദർശന പരിപാടി. അത് ഈ പോകുന്നതിനിടയിൽ ഈ ചായ കുടിക്കാൻ ഇറങ്ങുക എന്നൊക്കെ പറയുന്നില്ലേ, അതെ, ഇതേപോലെ ഒരു സന്ദർശന പരിപാടി. പക്ഷെ ആ 3 മണിക്കൂറിന് വിലപ്പെട്ടതാണ്. 300 മണിക്കൂറിന്റെ വിലയുണ്ട് തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്ന UAEയുടെ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പേര് ഇത്തിരി കുഴപ്പമാണ്, ഞാൻ പറയാവേ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഇദ്ദേഹം ഈ നമ്മുടെ ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇന്ത്യയിലും വന്നിരുന്നു. ഇന്ത്യയുമായി വളരെ അതെ. അദ്ദേഹം ഒരു 3 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചിട്ട് വളരെ അപ്രതീക്ഷിതമായ ഒരു സന്ദർശനമായിരുന്നു. അങ്ങനെ ഒരു സന്ദർശന പരിപാടി മുൻകൂട്ടിയില്ല, പെട്ടെന്ന് വന്നു, പെട്ടെന്ന് എന്തൊക്കെയോ പോയി. നല്ല ബന്ധമല്ലേ? അതെ. പക്ഷേ ഇദ്ദേഹം വന്നു പോയതിന് പിന്നാലെയാണ് നിർണായകമായ ഒരു പ്രഖ്യാപനം വന്നത്. UAE OPEC എന്ന് പറയുന്ന എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഈ OPEC എന്ന് പറയുന്നത് ഒരു കുത്തക സംഘടനയാണ്. അപ്പോൾ അതിൽ സൗദി അറേബ്യ അതേപോലെയുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങളാണ് പങ്കാളികളായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ രാജ്യങ്ങൾക്കും, അതായത് ഈ എണ്ണ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പരമാവധി ഊറ്റുക, അതായത് ഊറ്റുക എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളുടെ നിന്നും പണം ഊറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ ഡിമാൻഡ് ഇത്രയായിട്ട് നിലനിർത്തണം, എങ്കിലല്ലേ അതിന് വില കിട്ടുള്ളൂ. അപ്പൊ ഈ OPEC കൂട്ടായ്മ ഇതിന്റെ ഉൽപാദനം നിയന്ത്രിച്ച് നിർത്തിയിരുന്നു. നമുക്ക് ആവശ്യകതയുണ്ട്, പക്ഷെ സപ്ലൈ കുറവാണ്. ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വില കൂടും. അപ്പൊ ഈ പറയുന്ന ക്രൂഡ് ഓയിലിന്റെ വില അവർക്ക് അനുകൂലമായി ഉയർന്നു നിൽക്കാൻ വേണ്ടി ഇതിന്റെ ഉൽപാദനം OPEC ഇടപെട്ട് നിയന്ത്രിച്ച് നിർത്തിയിരുന്നു. അതെ. അപ്പൊ അതിലാണ് ഈ UAE എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ പുറത്തേക്ക് വന്നത്. എപ്പോ ഇദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഒരു 3 മണിക്കൂർ ചർച്ച ചെയ്ത് പോയതിന് ശേഷം. തീർച്ചയായിട്ടും അത് വളരെ നല്ല നീതിപൂർവമായ ഈ പറയുന്ന UAEക്ക് ഈ OPEC കൊടുത്തിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച്
ഒരു ദിവസത്തെ പരമാവധി ഉൽപ്പാദനം എന്ന് പറയുന്നത് പരമാവധി ഉൽപ്പാദനം 3.5 മില്യൺ ബാരൽ ആണ്. അതായത് 35 ലക്ഷം ബാരലാണ് പ്രതിദിന ഉൽപ്പാദനം കണക്കാക്കുന്നത്. ഇവർക്ക് വേണമെങ്കിൽ അവരുടെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് അത് 50 ലക്ഷം ബാരലായിട്ട് വർദ്ധിപ്പിക്കാം. ആ പറയുന്ന അത്രയും വർധനവുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഉൽപ്പന്നത്തിന്റെ ലഭ്യത കൂടിയാൽ എന്ത് കുറയും? വില കുറയും. നമ്മളെ സംബന്ധിച്ച് അത് ഏറ്റവും അനുകൂല സാഹചര്യമാണ്. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ UAE പൈപ്പ് ലൈൻ സംവിധാനം വഴി നമുക്ക് ഒമാൻ തീരത്തേക്ക് ഈ ക്രൂഡ് ഓയിൽ കിട്ടും. അവിടുന്ന് കപ്പൽ മാർഗ്ഗം നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അത്തരം ഒരു സാധ്യത നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിനെയാണ് ഈ ട്രോളോട് ട്രോൾ, അതായത് 3 മണിക്കൂർ ചർച്ച എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അതെ. ഇത് മാത്രമല്ല, ഇതിന് ശേഷം അദ്ദേഹം പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലാണ്. ഈ 4 രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ വെറും യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, ഈ 4 രാജ്യങ്ങൾ നാറ്റോ അംഗങ്ങളാണ്. തീർച്ചയായിട്ടും ഈ നാറ്റോ എന്ന് പറയുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഇപ്പോൾ അടി ബഹളം, ഒരു ഐക്യവും ഇല്ല. കാര്യം നാറ്റോ എന്ന് പറയുന്ന ആ കൂട്ടായ്മയെ ട്രംപ് പരിഹസിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി പരിഹസിച്ച് തള്ളുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് ഇവർ കൂട്ടു നിൽക്കുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അതെ, ഈ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ സമയത്താണ് ഇത്ര ഒരു ഒരസല് തുടങ്ങിയത്. പിന്നെ ഇദ്ദേഹം പോയി ആ വെനസ്വേലയിൽ ചെന്ന് വ്യത്യാസം കാണിച്ചുള്ളൂ. ആ സമയത്തും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയും ഒക്കെ അതിശക്തമായ ഭാഷയിലാണ് ട്രംപിനെ വിമർശിച്ചത്. ഇതിനുശേഷം ക്യൂബയിലേക്ക് പോകുന്ന ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറാനിൽ ആക്രമണം തുടങ്ങിയത്. അപ്പോൾ മുൻപുള്ള ഒരു ചരിത്രം വെച്ച് അമേരിക്ക ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ സൈനിക നടപടി തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും നാറ്റോ സഖ്യ രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ പല രാജ്യങ്ങളും പരസ്യമായിട്ട് അമേരിക്കയെ തള്ളിപ്പറഞ്ഞു. അതെ, പല രാജ്യങ്ങളും നിലപാടെടുത്തത് ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സൈനിക സന്നാഹം ഞങ്ങൾ ഒരുക്കും, അല്ലാണ്ട് ഇറാനിൽ പോയി ആക്രമണം നടത്താനായിട്ട് അനുവദിക്കില്ല. ഈ പറയുന്ന ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ, അതായത് UK, ഈ സാധാരണഗതിയിൽ അവരുടെ ചില സൈനിക ബേസുകൾ, എയർ ബേസുകൾ അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന പതിവ്. പക്ഷെ ഈ പറയുന്ന UK ആദ്യഘട്ടത്തിൽ ഇതിന് സമ്മതിച്ചില്ല. യുദ്ധം തുടങ്ങിയ സമയത്ത് അനുമതി കൊടുത്തില്ല. അപ്പൊ ഇത് പിന്നീട് കൊടുത്തു കേട്ടോ, പക്ഷെ പിന്നീട് കൊടുത്തു. അപ്പൊ ഈ തരത്തിൽ നാറ്റോയുമായിട്ടും അമേരിക്കയുമായിട്ട് ഇത്ര വലിയ ഭിന്നത നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ പഴയകാല ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല. ഇപ്പോ അവിടെ ഇന്ത്യ നേതൃത്വം കൊടുക്കുന്ന വലിയൊരു സഖ്യം രൂപപ്പെടുന്നുണ്ട്. ആ സഖ്യം അമേരിക്കൻ വിരുദ്ധ സഖ്യമാണ്. അതിന് പല കൂട്ടായ്മകളുണ്ട്. ഒരു കൂട്ടത്തിൽ ബ്രിക്സ് ഉണ്ട്. നമ്മുടെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, കൂടാതെ റഷ്യയും ഇന്ത്യയും ചൈനയും മാത്രം നേതൃത്വം നൽകുന്ന മറ്റൊരു ലോകക്രമവും വരുന്നു. അപ്പൊ ഇതിലൊക്കെ അമേരിക്കയ്ക്ക് വലിയ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ആ ഒരു അസ്വസ്ഥത പരമാവധി വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പറയുന്ന യുദ്ധം നടക്കുന്ന നിർണായക സമയത്ത്, ഈ ലോകത്തെമ്പാടും വലിയ അസ്വസ്ഥതകളുള്ളപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന പോകുന്നു. അപ്പൊ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇത്രയും വലിയ ഇവരുമായിട്ട് ഇപ്പോൾ ഒരു സഖ്യം ഉണ്ടാക്കാൻ പോകുന്ന അമേരിക്കയ്ക്ക് ഇപ്പൊ കീഴ്പ്പെടുത്താൻ പോകുന്ന ഒരർത്ഥവുമില്ല. ഈ പറയുന്ന 4 യൂറോപ്യൻ രാജ്യങ്ങളും സമാന ദുഃഖിതരാണ്. കാര്യം നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിടുന്ന വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധി ഈ 4 രാജ്യങ്ങൾ നേരിടുന്നുണ്ട്. അവർക്ക് ഈ ഇറാന്റെ പ്രശ്നമല്ല. കാര്യം ഇറാനിൽ നിന്ന് പണ്ടേ അവർക്ക് ക്രൂഡ് ഓയിൽ വാങ്ങാനായിട്ട് വിലക്കുണ്ട്. പക്ഷെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ ഹോർമൂസ് കടന്നാണ് അവർക്കും ചെല്ലേണ്ടത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാമായിരുന്നു, അവിടുന്ന് നേരത്തെ വിലക്കി. അപ്പോ നമ്മൾ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിയുടെ 10 മടങ്ങാണ് ഈ രാജ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു സമ്മിശ്രമായ കാലാവസ്ഥയാണുള്ളത്. ആ രാജ്യങ്ങളിൽ ഏറിയ പങ്കും തണുപ്പുള്ള, അപ്പൊ അവർക്ക് ഈ നമുക്ക് വേണ്ട വാഹനം ഓടിക്കാനും പാചകത്തിനും വേണ്ടി മാത്രമല്ല അവിടെ ഇന്ധനം, അവർക്ക് റൂം ഹീറ്റ് ചെയ്യാനും കൂടി വേണം. അപ്പൊ ഇവിടെ ഉള്ള ആവശ്യകതയുടെ അതിനേക്കാൾ വലുതാണ് അവിടുത്തെ ആവശ്യം. അവരും ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിടുമ്പോൾ എങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു കൂട്ടായ പരിഹാരം ഉണ്ടാക്കാം, അതാണ് ചർച്ച. അതിനാണ് നമ്മുടെ പ്രധാനമന്ത്രി അതിനാണ് പോയിരിക്കുന്നത്.
അപ്പോൾ അതിനെയാണ് ചില പ്രത്യേക അല്ല താല്പര്യം. അത് പിന്നെ പ്രേം ഇതിനകത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാം എന്ന രീതിയിലേക്ക് പോയത് കൊണ്ടും നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം കൂടുതൽ കാണിച്ചിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ ചെന്ന് നടത്തിയ പ്രസ്താവനകൾ ഇങ്ങനെയായിരുന്നു. അതായത് നമുക്ക് രണ്ടുപേർക്കും ഷോൾഡർ ടു ഷോൾഡർ, തോളോട് ചേർന്ന് നമുക്ക് മുന്നേറണം. ഇതെന്റെ രണ്ടാം വീടാണ്, ഇതെന്റെ വീട്, സ്വന്തം വീട് പോലെ, എന്റെ സ്വന്തം വീട് പോലെ തന്നെയാണ്. പിന്നെ പ്രധാനമന്ത്രി മോദി ഈ UAE-യുടെ വ്യോമാതിർത്തിയിലേക്ക് കടന്നപ്പോൾ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനം ഉണ്ടല്ലോ, അത് കടന്നപ്പോൾ UAE-യുടെ F-16 വിമാനങ്ങൾ അകമ്പടിയായിട്ട് വന്നിരുന്നു. അപ്പൊ ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് രാജ്യത്തിന് കിട്ടുന്ന. അതെ അതെ, സാധാരണ ഈ പ്രധാനമന്ത്രിമാർ ഇത്തരത്തിലുള്ള ഔദ്യോഗിക സന്ദർശനത്തിന് പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ട് ശീലിച്ചത് വിമാനം വന്നിറങ്ങുമ്പോൾ ഒരു നയതന്ത്ര പ്രതിനിധി അദ്ദേഹത്തെ വന്ന് സ്വീകരിക്കുക. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഇതേപോലെയുള്ള ഒരു ആചാരമായി മാറിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും മികച്ച സൈനിക വിമാനങ്ങൾ അദ്ദേഹത്തിന് അകമ്പടിയായിട്ട് വരും. ആ രാഷ്ട്രത്തലവൻ തന്നെ വന്ന് നേരിട്ട് സ്വീകരിച്ച് ആനയിച്ച് അവിടെ നൽകുന്ന ഒരു പ്രത്യേകതരം ഒരു കെമിസ്ട്രി ഉണ്ട്. അതായത് വെറും ഒരു ആലിംഗനം എന്നതിനപ്പുറം ഉറ്റ സുഹൃത്തുക്കൾ എങ്ങനെയാണോ ആ രീതിയിൽ പെരുമാറും. അതെ, ഇപ്പോ ഈ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈനയിൽ പോയി, അത് മറ്റേ ഈ കോന്തം കൊല്ലത്ത് പോയി എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ഈ അവസ്ഥയിലാണ് അദ്ദേഹം പോയേക്കുന്നത്. ശരിക്കും ഷേക്ക് ഹാൻഡ് പോലും കിട്ടി കാണത്തില്ല. അതെ, അവിടെ അദ്ദേഹം ഈ യുദ്ധത്തിന് ഇടയിൽ ഒരു മധ്യസ്ഥനാക്കാൻ ചൈനയെ വിളിച്ച് ഇടയ്ക്കിടാനായിട്ടാണ് പോയത്. പക്ഷെ ആ ശ്രമം അത്ര വിജയിച്ചിട്ടില്ല. വ്യാപാര ചർച്ചകൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. വ്യാപാര ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന വാർത്തകൾ ഇപ്പോൾ വരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ആ ഘട്ടത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരികെ എത്താം. അപ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത് വെറുതെ അല്ല നമ്മുടെ പ്രധാനമന്ത്രി പോയി. അതായത് ഇത്രയേ ഉള്ളൂ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം അധികാരമേറ്റ സമയത്ത് അദ്ദേഹം നിരന്തരമായി വിദേശയാത്രകൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും വെറുതെ അല്ല, അന്നാണ് ഏറ്റവും വലിയ പരിഹാസം നേരിടേണ്ടി വന്നത്. പക്ഷെ പ്രേമ, അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്താണ് നമ്മുടെ യുദ്ധസാമഗ്രികളുടെ വില എത്രത്തോളം നമുക്ക് എന്തെല്ലാം യുദ്ധോപകരണങ്ങളുണ്ടെന്ന് ഇവിടെ ഈ മാലോകർ അറിയുന്നത്. അതല്ല, അതിലും വലിയ നയതന്ത്ര ബന്ധങ്ങളാണ്. അല്ല, അതിലും വലിയ പ്രാധാന്യം വരുന്നത് അദ്ദേഹം ആദ്യ ടൈമിൽ നിരന്തരം വിദേശയാത്രകൾ നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന പരിഹാസങ്ങൾ, ഇദ്ദേഹം ഇങ്ങനെ വിദേശത്ത് കറങ്ങി നടന്നതുകൊണ്ട് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ, അത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ, ഗുജറാത്തിലെ പഴയ തെരുവുകളുടെയൊക്കെ പടം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അന്ന് പരിഹാസങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയ വിദേശ പര്യടനങ്ങളുടെയൊക്കെ ഫലം നയതന്ത്ര തലത്തിൽ നമ്മുടെ രാജ്യം അനുഭവിക്കുന്നു. കാരണം പല നിർണായകമായ സംഘർഷങ്ങളിലും, ഇപ്പോൾ റഷ്യ ഉക്രൈൻ സംഘർഷമാണെങ്കിലും ശരി, ഈ ഇറാൻ യുദ്ധമാണെങ്കിലും ശരി, ഒരു മധ്യസ്ഥനായിട്ട് ഇന്ത്യയെ പ്രതീക്ഷിക്കുന്നുണ്ട് പലരും. പക്ഷെ ഇന്ത്യ ഇതുവരെ ഈ പാകിസ്ഥാൻ കയറി അതെ, അതേപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായി. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമാണ്. എത്ര മുസ്ലിം രാഷ്ട്രങ്ങൾ പാകിസ്ഥാന് വേണ്ടി തുർക്കി നിന്നു. സൗദി അറേബ്യയായിട്ട് അവരൊരു പ്രതിരോധ കരാറുണ്ടാക്കി. പക്ഷെ സൗദി അപ്പോഴും പറഞ്ഞു അത് ഞങ്ങൾ ചുമ്മാ ഒരു കരാറുണ്ടാക്കി, അതിനപ്പുറം ഒരു കാര്യമില്ല. തുർക്കി വന്നു, തുർക്കി ബഹളം വെച്ചു എന്നതിനപ്പുറം അത് ഒറ്റപ്പെട്ട ബഹളമായി പോയി. ഏതെങ്കിലും കാര്യമായ ഒരു രാജ്യവും അതിൻ്റെയൊക്കെ കാരണം സമീപകാലത്ത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇത്തരത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ചില ബന്ധങ്ങളും പുതിയ കൂട്ടുകെട്ടുകളും ഒക്കെ പറഞ്ഞൊരു കെമിസ്ട്രി കൂടെ ഉണ്ട് നമ്മുടെ ഇറങ്ങുമ്പോൾ ഒരു കെമിസ്ട്രി. അതായത് നമ്മുടെ രാജ്യം ഇപ്പോൾ സൈനിക തലത്തിൽ മാത്രമല്ല, നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇപ്പോഴും ഈ പറയുന്ന സമ്മർദ്ദങ്ങൾ ഒക്കെ ഉള്ളപ്പോഴും നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇപ്പോഴാണല്ലോ ഇന്ധന വില വർധനവ് വന്നത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ അവസ്ഥ പരമ കഷ്ടമാണ്. ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ ഇന്ധന വില ഏതാണ്ട് 400 രൂപ കടന്നു എന്ന് പറയുന്നു പെട്രോളിനൊക്കെ. പിന്നെ ബംഗ്ലാദേശിലൊക്കെ ഈ ജോലി സമയം വെട്ടിക്കുറച്ചിട്ടുണ്ട്, ഓഫീസുകളിൽ ഹാജരാകുന്നതൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ക്യൂബയെ സംബന്ധിച്ചാണ് ഏറ്റവും രസകരമായ സംഗതി വന്നേക്കുക. രസകരമല്ല, അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. അവിടെ വൈദ്യുതി വിതരണം ഏതാണ്ട് 22 മണിക്കൂറോളം നിലച്ചു കിടക്കുകയാണ്. 24 മണിക്കൂറുള്ളൊരു ദിവസം 22 മണിക്കൂറും വൈദ്യുതി ഇല്ല. കാര്യം വാഹനങ്ങൾക്ക് ഓടാനായിട്ടുള്ള ഇന്ധനമില്ല, പല വാഹനങ്ങളും ഷെഡിൽ കയറ്റി ഇട്ടേക്കാണ്. അതേപോലെ ഒരു വൈദ്യുതി വിതരണം. അവിടെ സോളാർ പവർ എനർജി ജനറേഷൻ നടക്കുന്നുണ്ട്. അതായത് 1300 മെഗാവാട്ടിൻ്റെ സോളാർ പദ്ധതികളൊക്കെ ഉണ്ട്.
പക്ഷേ ഈ സോളാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ ആ വൈദ്യുതി നേരെ ഗ്രിഡിലേക്ക് കൊടുത്ത് പിന്നീട് എടുക്കുകയാണല്ലോ. ഈ ഗ്രിഡിൽ ഈ നേരത്തെ വൈദ്യുതി ഉൽപ്പാദനം നടക്കാത്തത് കൊണ്ട് ഈ 1300 മെഗാവാട്ട് ഈ സോളാർ ചെന്നാൽ അത് ആകെ കൂടി കുളവാകും. ഏതായാലും നമ്മൾ ഇതിന്റെ ചുരുക്കത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പോയത് വെറുതെ കറങ്ങാനല്ല, കാരണം ഈ പറയുന്ന ട്രോളർമാർ ഓർക്കുക, അതെ